സ്ത്രീകൾക്കാവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കീഴിൽ മികച്ച ക്വാളിറ്റിയിൽ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു. ബി ഫാഷൻ ലേഡീസ് ഇന്നർവെയർ ആൻഡ് റെഡിമെയ്ഡ്സ്, TP കോംപ്ലക്സ് നിയർ PK ഗോൾഡ്, പൂക്കോട്ടുംപാടം. നിലമ്പൂർ പാത്തിപ്പാറയിൽ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പുലർച്ചെ 2 മണിയോടെ എത്തിയ കാട്ടാനകളാണ് വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. കോട്ടുപുറ്റ് രാമദാസൻ, തരിയക്കോടൻ അബ്ദുള്ള, അനീഷ് കരിമ്പുഴ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. 100ഓളം നേന്ത്രവാഴകൾ, 100ലേറെ കപ്പകൾ എന്നിവയാണ് നശിപ്പിച്ചത്. കരിമ്പുഴ കടന്നെത്തിയ കാട്ടാനകളാണ് വ്യാപകമായി കൃഷിനാശം വിതച്ചത്. നിലമ്പൂരിലെ പ്രധാന കാർഷിക മേഖലയായ പാത്തിപ്പാറയിൽ ഏതാനും മാസങ്ങളായി കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. കൃഷിയിടങ്ങളിലെ പ്ലാവുകളിൽ നിന്നും ചക്കകൾ പറിച്ചു തിന്നാണ് കാട്ടാനകൾ മടങ്ങിയത്. കാട്ടാനകൾ കരിമ്പുഴ കടന്ന് പാത്തിപ്പാറയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ കരിമ്പുഴയുടെ പാത്തിപ്പാറ ഭാഗത്ത് താൽക്കാലിക ഷെഡുകളിൽ ഉൾപ്പെടെ കഴിയുന്ന ആദിവാസി കുടുംബങ്ങളോട് അവരുടെ വീടുകളിലേക്ക് മാറാൻ പോലീസ് നിർദ്ദേശം നൽകി. വേനൽ കടുത്തതോടെ കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കരിമ്പുഴ, ചാലിയാർപുഴ എന്നിവയുടെ സമീപഭാഗത്തെ വനമേഖലയിലേക്ക് എത്തുന്നത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഇന്നലെ രാത്രി 2 മണിയോട് പുലർച്ചെ 2 മണിയോട് കൂടിയിട്ട് പാത്തിപ്പാറ 13-ാം വാർഡ് പാത്തിപ്പാറ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ആനകൾ ഇറങ്ങി വ്യാപകമായ നാശനഷ്ടം വരുത്തിയിരിക്കുകയാണ്. ഇത് ദാസൻ്റെ കുറേ വാഴ, അബ്ദുള്ളയുടെ വാഴകൾ, കവുങ്ങും തൈകൾ എല്ലാം അടിച്ചു നിരത്തി, പ്ലാവിലുള്ള ചക്കയെല്ലാം അടിച്ചു തള്ളിയിട്ടിട്ടുണ്ട്. അങ്ങനെ മാസങ്ങളായിട്ട് ആനകളുടെ ഒരു വിളയാട്ട് നടക്കുകയാണ് ഈ നിലമ്പൂർ പാത്തിപ്പാറ എന്ന സ്ഥലത്ത്. അപ്പോൾ അതിനു വേണ്ടിയ നടപടികളൊന്നും ഇതുവരെ അധികൃതർ എടുത്തിട്ടില്ല. നാശനഷ്ടങ്ങൾ കിട്ടുന്നില്ല. കൃഷിക്കാരല്ലേ തന്നെ ആകെ കഷ്ടത്തിലാണ്. ദാസൻ സംസാരിക്കും. ഇത് കണ്ടില്ലേ, നമ്മൾ ഓരോ കൃഷികൾ ഉണ്ടാക്കണതാണ്. ആന വന്ന് ആകെ നശിപ്പിച്ച് മാസങ്ങളായി ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട്. ആര് അധികാരികളെ അറിയിച്ചാലും ആരും വരവുമില്ല, അന്വേഷണമില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഈ നശിച്ചു പോയാൽ ഞങ്ങളൊക്കെ എങ്ങനെ ഇവിടെ ജീവിക്കുക? പല പ്രാവശ്യങ്ങളായിട്ട് ഇപ്പോൾ മാസങ്ങളായിട്ട് ഇവിടുത്തെ കൃഷിക്കാരെ മൊത്തത്തിൽ അല്ലേ തന്നെ കൃഷിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല. അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. മാസങ്ങളായിട്ട് ആനകൾ ഇതിലെ വിരയിക്കുകയാണ്. കൂട്ടത്തോടെയാണ് ആനകൾ കയറിയിരിക്കുന്നത്. വാഴകളൊക്കെ കണ്ടു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.